1971 ഇന്ത്യയിൽ അബോർഷൻ അത് ലീഗലൈസ് ചെയ്യപ്പെട്ടത്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. ആ നിയമം നിലവിൽ വന്നതിന് ശേഷം ലക്ഷക്കണക്കിന് കുരുന്ന് ജീവനുകളാണ് അമ്മയുടെ ഉദരത്തിൽ മരിച്ച് വീണത്. അമ്മയുടെ ഉദരത്തിൽ മരിച്ചു വീണ ആ അൺബോൺ ബേബീസിന് വേണ്ടിയിട്ട്, ആ നിഷ്കളങ്കരായിട്ടുള്ള കുരുന്നുകളുടെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ ഒരു സ്മാരകം ഇന്ന് അനാവരണം ചെയ്യപ്പെട്ടു. മെമ്മോറിയൽ ഫോർ ദി അൺബോൺ ചൈൽഡ് എന്നാണ് അതിൻ്റെ ഒരു പേരിട്ടിരിക്കുന്നത്. ജെറമിയയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം ഈ ഒരു സ്മാരകത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ബിഫോർ ഐ ഫോംഡ് യു ഇൻ ദ വൂം ഐ ന്യൂ യു, ബിഫോർ യു വർ ബോൺ ഐ സാങ്ക്ടിഫൈഡ് യു. വളരെ മനോഹരമായിട്ടുള്ള തിരുവചനം, ജീവൻ്റെ ആ മഹത്വത്തെ മൂല്യത്തെ ഉദ്ഘോഷിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള തിരുവചനം. അഭിമന്യ പിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഇന്ന് ഈ ഒരു സ്മാരകം അത് വെഞ്ചരിച്ചു, അത് അനാവരണം ചെയ്യപ്പെട്ടു. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്മാരകം തന്നെയാണ്. അമ്മയുടെ ഉദരത്തിൽ പിടഞ്ഞു വീണ് മരിച്ച അബോർഷന് വിധേയരായിട്ടുള്ള നിരവധി ലക്ഷക്കണക്കിന് കുരുന്നിൻ്റെ ജീവനുകളുടെ ഒരു സ്മാരകമായിട്ടാണ് ആ ഒരു കുരുന്നിൻ്റെ ആ ഒരു രൂപം, മാർബിളിൽ കൊത്തിയെടുത്ത കുരുന്നിൻ്റെ ആ ഒരു രൂപമൊക്കെ ഇവിടെ വെച്ചുകൊണ്ട് ആ ഒരു സ്മാരകം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. മാർച്ച് ഫോർ ലൈഫ് ഇന്ത്യയുടെ 4-ാമത്തെ ആ ഒരു എഡിഷൻ്റെ വളരെ സുപ്രധാനമായ ഒരു ഏഡായി ഈ ഒരു സ്മാരകം മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല.